ഹലോ ഗായ്സ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഈ ലുലു മോളില്ലേ, ട്രിവാൻഡ്രം ലുലു മോൾ, അവിടെ എനിക്ക് ഉണ്ടായ ഒരു അനുഭവം, അല്ലെങ്കിൽ നമ്മൾ ചതിക്കപ്പെട്ടു എന്നൊക്കെ പറയാം, ചീറ്റ് ചെയ്യപ്പെട്ടു എന്ന് വെച്ചാൽ ആ ഒരു ചെറിയൊരു ഇൻസിഡൻറ്റിനെ കുറിച്ച് പറയാൻ വന്നാണ്. അപ്പോൾ ഇവിടെ ഈ ഓഫർ ഇടുമല്ലോ, ഒരു ഭയങ്കര ഓഫർ, 50% ഓഫർ, അല്ല ഇതെടുത്താൽ അത് ഫ്രീ, ഇങ്ങനെ കുറേ ഓഫർ ഇടുമല്ലോ. അങ്ങനെ ഓഫറിൽ പറ്റിയ ഒരു അമളി, അതിനെക്കുറിച്ച് പറയാനാണ് വന്നത്. അങ്ങനെ ഞങ്ങൾ ലുലു മോളിൽ സാധനം വാങ്ങിക്കാൻ പോയപ്പം റമദാൻ ഷോപ്പിങ്ങിന് വേണ്ടി പോയതാണ്. പക്ഷെ എനിക്ക് ഇപ്പോഴാണ് ഈ വീഡിയോ ഇടാൻ പറ്റുന്നത്. ഞങ്ങളിവിടെ നട്ട്സിൻ്റെ കൂട്ടത്തിൽ, നട്ട് സെക്ഷനിലല്ല, ഇപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ ലുലു മോളിൻ്റെ തന്നെ ബ്ലാക്ക് റൈസിൻസ് സീഡ്ലെസ് എന്ന് പറഞ്ഞ സംഭവം കണ്ടു. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഉണക്കമുന്തിരി ഇല്ലേ, ഉണക്കമുന്തിരിയാണിത്. അത് കുരുവില്ലാത്ത ഉണക്കമുന്തിരി. അപ്പോൾ ഇത് ഞങ്ങളിവിടെ പതിവായിട്ട് വാങ്ങിക്കാറുള്ള സാധനമാണ്. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ വില കുറവ്, 249 രൂപ. അത് 250 രൂപയുടെ സാധനം 124 രൂപയ്ക്ക് വിൽക്കുന്നുണ്ട്. ലുലു മോളല്ലേ, 1/2 കിലോ, നല്ല സാധനങ്ങളായിരിക്കും എന്ന് ഞങ്ങൾ വാങ്ങിയിട്ട് വന്നു. കാരണം അത്യാവശ്യം ഇത് ഉപയോഗിക്കുന്നവർക്കറിയാം, അത്യാവശ്യം നല്ല ക്വാളിറ്റി കൂടുന്നതനുസരിച്ച് വില കൂടുമെന്നറിയാം. അപ്പോൾ ഇത് ഓഫർ ആയതുകൊണ്ട് 250ൻ്റെ 124 രൂപയ്ക്ക് കിട്ടുന്നതുകൊണ്ട് ഞങ്ങളിത് വാങ്ങിച്ചിട്ട് വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ അവസ്ഥ കാണിച്ചു തരാം. ഇത് കണ്ടോ, നമ്മുടെ നമ്മുടെ കുരു ഇല്ലാത്ത മുന്തിരി ഇല്ലേ, അതിനെ ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കിയത് ഫംഗസ് ഒക്കെ ആയിട്ടിരിക്കുന്നുണ്ട്. പെട്ടെന്ന് ആ കവറിൽ നമുക്കറിയാൻ പറ്റുന്നില്ല, വീഡിയോയിൽ നിങ്ങൾക്ക് എത്രമാത്രം ക്ലാരിറ്റി ഉണ്ടെന്ന് അറിഞ്ഞൂടാ, പക്ഷെ ഉണ്ടോ, ഇതുപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ, എന്തിനാണ് വെറുതെ ഇങ്ങനെ മനുഷ്യന്മാരെ പറ്റിക്കുന്നത്? നിങ്ങൾക്കിത് എന്താ ഓഫറൊന്നുമില്ല, വേണമെങ്കിൽ 250 രൂപയ്ക്ക് ഇത് വെറുതെ വിൽക്കാൻ എടുത്തിട്ടൂടെയോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, വെറുതെ എന്തിനാണ് ഇങ്ങനെ ഇത്ര രൂപയ്ക്ക് ഇത്ര കിട്ടുമെന്ന് പറഞ്ഞിട്ട് വളരെ ചീപ്പായിട്ടുള്ളത്, ഇത്രയും നല്ലൊരു മറ്റേ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഷോപ്പിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ മോശമാണ്. ഞങ്ങൾക്ക് ഇത് മാത്രമല്ല, ഇതിനു മുമ്പ് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ബ്ലൂബെറി, ആദ്യ ഒരു ദിവസം അവിടെ നിന്ന് ബ്ലൂബെറി വാങ്ങിയപ്പോൾ അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു, 400 രൂപ എന്തോ ഉണ്ടായിരുന്നു ചെറിയ ബോക്സിന്. നല്ല ബ്ലൂബെറി ആയിരുന്നു. പക്ഷേ അത് ഓഫറിലിട്ടപ്പം ഇതുപോലെ പോയി വാങ്ങിച്ചപ്പോൾ അയ്യോ, തുറന്നപ്പോഴേ നമ്മൾ ഭയങ്കര സ്മെല്ലായിരുന്നു. അതുപോലെ തന്നെയാണ് യോഗട്ടൊക്കെ ആദ്യം അത്യാവശ്യം യോഗട്ട് യൂസ് ചെയ്യുന്നവർക്കറിയാം, 220 ആ റേഞ്ചൊക്കെയാണ് യോഗട്ടിന് എപ്പോഴും വില വരുന്നത് വലിയ ബോക്സിന്. അങ്ങനെ ഞങ്ങൾ ആദ്യം ലുലുമോൾ തുടങ്ങിയ സമയത്ത് പോയപ്പോൾ അത് ഓഫറിൽ 150-നൊക്കെ ഇട്ടിരുന്നു. അപ്പം ഞങ്ങൾ അങ്ങനെ വാങ്ങിക്കുമ്പോൾ നല്ല സൂപ്പർ യോഗട്ട് കിട്ടി. പക്ഷേ ഇടയ്ക്ക് ഇതുപോലെ വില കൂട്ടിയിട്ട് പിന്നെ വീണ്ടും കുറച്ച് 130 രൂപയ്ക്കൊക്കെ യോഗട്ട് ഇട്ടിരുന്നു. അങ്ങനെ വാങ്ങിച്ചപ്പോൾ യോഗട്ടല്ല അത്, തൈരില്ലേ, തൈര് എന്ത് വെള്ളം പോലത്തെ സംഭവമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അതിൽ ഈ ബ്ലൂബെറി യോഗട്ട് എന്ന് പറഞ്ഞാൽ ബ്ലൂബെറിയൊക്കെ നമ്മൾ അരച്ചിട്ട് ബാക്കിയുള്ള ചണ്ടിയൊക്കെ ഇട്ടത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ സത്യം അന്നൊക്കെ ഞങ്ങൾ വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചില്ല. പക്ഷേ ഇന്ന് ഈ ഉണക്കമുന്തിരിയുടെ കേസ് കൂടെ ആയപ്പോൾ ചെയ്യാം. അപ്പം ഈ ഭയങ്കര ഓഫർ എന്നൊക്കെ പറഞ്ഞിടുമ്പോൾ നിങ്ങളൊന്നും ദയവ് ചെയ്ത് പോയി പറ്റിക്കപ്പെടാതിരിക്കരുത്. അത്രേ പറയുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുള്ളത് വാങ്ങിക്കുക, നല്ല നോക്കി വാങ്ങിക്കുക. ഓഫറെന്നും പറഞ്ഞ് അവന്മാർ നമ്മളെ പറ്റിക്കുന്ന ആ പരിപാടിക്ക് പോകരുത്. നമ്മൾ എല്ലാവരും എന്താ പറയുക, സാധനങ്ങൾ ക്വാളിറ്റിയിൽ കിട്ടുമെന്ന് പറഞ്ഞാൽ ഇവിടെ പോകുന്നത്. അപ്പോൾ ഇവരിങ്ങനെ ഓഫറിൽ വെച്ചിട്ട് ഇങ്ങനെ ഇതൊക്കെ ചെയ്യുന്നത് വളരെ മോശമാണ്. അപ്പോൾ ഈ അനുഭവം ആർക്കും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.